എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളൊരു ക്യാമറ ഓർഡർ ചെയ്ത കാര്യം കഴിഞ്ഞ ദിവസം സ്റ്റോറിയിൽ കൂടി പറഞ്ഞായിരുന്നു. നമ്മളൊരു DJയുടെ ആക്ഷൻ ക്യാമറ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് കുറച്ച് കാലങ്ങളായിട്ട് ക്യാമറ ഇല്ലായിരുന്നു. കാരണം നമുക്കുണ്ടായിരുന്ന ക്യാമറ നമ്മൾ വിറ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമറ ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു. കാരണം വീഡിയോ ഒന്നും അങ്ങനെ അധികം വരാത്തതുകൊണ്ട്. പിന്നെ ഫോൺ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ആയതുകൊണ്ട് ക്യാമറ ഒന്നും വാങ്ങിച്ചില്ല. അപ്പം ഞാൻ ഇന്നൊരു ക്യാമറ വാങ്ങിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു നമുക്കൊന്ന് അൺബോക്സിങ് നോക്കാം. വലിയ അൺബോക്സിംഗ് ആയിട്ടൊന്നും കരുതണ്ട, ഇത് ചുമ്മാ നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണ് സംഭവം എന്ന്. അപ്പോൾ അധികമൊന്നുമില്ല. ഇതാണ് പാക്കറ്റ്. ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് സാനിറ്റൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് ഈ കവറ്. നമുക്കിതൊന്ന് ഞാനിത് ഓൾറെഡി വലിച്ച് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ഒരു കിഴത്തേക്കിട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ കത്തിയില്ലാത്തതുകൊണ്ട് താഴെ ഞാൻ പൊട്ടിച്ചുകൊണ്ട് പോകുന്നു. ഇനി അതൊക്കെ ഇതിനെ നമുക്ക് വലിച്ച് പറിച്ചെടുക്കാം. അപ്പോൾ അതൊരു കാര്യമുണ്ട്. പിന്നെ ഈ ബബിൾ ഷീറ്റ് ഉണ്ട്, നമുക്ക് പൊട്ടിച്ച് കളിക്കാം കേട്ടോ. ടിങ് 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 ടിങ്. അപ്പോൾ നമുക്ക് ഇതിനെ പൊട്ടിച്ച് കളിക്കാം, പിന്നെ പൊട്ടിക്കാം. അപ്പോൾ നമുക്കിതിനെ ഒന്ന് തുറന്നിട്ട് നമ്മുടെ സാധനം ഒന്ന് പുറത്തോട്ടെടുക്കാം. പിന്നെ ഈ സാധനമൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ ഇതുപോലൊക്കെയുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുമ്പോഴേ കൈയൊക്കെ ഒന്ന് സോപ്പിട്ട് കഴിയാനായിട്ട് ശ്രദ്ധിച്ചോണം. കാരണം എന്ന് വെച്ചാൽ ഇത് എവിടെ നിന്നാണ് വരുന്നതെന്നോ ആർക്കൊക്കെ കൊറോണ ഉണ്ടെന്നോ ദൈവത്തിന് മാത്രമേ അറിയാം. അപ്പോൾ നമ്മുടെ DJയുടെ ക്യാമറ നമുക്ക് ഉപയോഗിച്ചു. ഇതുണ്ട്, DJ ആക്ഷൻ ക്യാമറ ആണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 27,999 ആണ്. ഏകദേശം 28,000 ആണ്. ആമസോണിൽ ഇപ്പോൾ ഇതിന് 21,000 റുപ്പീസേ റേറ്റ് ഉള്ളൂ. റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന് ക്യാമറ മാത്രമേ ഉള്ളൂ കയ്യിൽ. ഇതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത് വേറെ ഒന്നും ഇല്ലെന്നെങ്കിൽ തോന്നുന്നു. ഒരു ക്യാമറ ഉണ്ടാവും, പിന്നെ ഒരു ബാറ്ററി ഉണ്ടാവും. ഏകദേശം എന്താ നോക്കട്ടെ, എന്തൊക്കെയോ ഇതിന് പകുതിയേ ഉള്ളൂ. ഇൻവോയ്സിൻ്റെ ഫുള്ളില്ല. ഇത് നമ്മൾ വലിച്ചു കയറി എടുത്താണെന്ന് തോന്നുന്നു. ആമസോണിൻ്റെ ഇൻവോയ്സ് ഇത് ആമസോൺകാർ പെട്ടിക്കാതിട്ടപ്പോഴത്തേനും ഒരു പകുതി ഇട്ടുള്ളൂ. ഓക്കെ, എനിവേ കുഴപ്പമില്ല. നമ്മുടെ മെയിലിൽ കിടപ്പുണ്ട് ഇൻബോക്സ് എന്നല്ല, ഇൻവോയ്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് പോട്ടെ, ഇത് കൊറോണയാണ്. ഇതിവിടെ അങ്ങനെ ഇവിടെ നമുക്ക് ആവശ്യം വരും. ഇതാണ് നമ്മുടെ സംഗതി. അപ്പോൾ ഈ സംഗതി നമുക്കിത് ഇവിടെ തുറക്കുന്നത് നോക്കാം. ഇങ്ങോട്ട് തുറക്കാൻ പറ്റുമല്ലോ? ഓ അല്ല, നമുക്കിത് തുറക്കണമെങ്കിൽ കത്തി വേണം തോന്നുന്നു. അപ്പോൾ നമ്മുടെ കത്തി നല്ല ഒന്നാന്തര കത്തിയാണ്. വേറെ എങ്ങും ഇല്ലെങ്കിൽ ഇവൻ അടിപൊളിയാണ്. ഇത് പൊളിഞ്ഞു വരാത്ത. ഓക്കെ, ഇതിനെ കീറിപ്പറിച്ച് എടുത്തിട്ടുണ്ട്. തുറന്നു പോകാൻ മുന്നേ മോനെ, എന്തോ അവിടെ ഒരു സഹാനുഭൂതി ഇല്ലല്ലോ നിനക്ക്. അപ്പോൾ ഇത് നമ്മൾ വലിച്ചു കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ പോട്ടെ, ഇതും കൊറോണയാണ്. ഇതിൽ എന്തൊക്കെ സാധനം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, അതാ കവറിൽ കിടക്കട്ടെ. ആക്ച്വലി ഈ സാധനം അധികമൊന്നും അൺബോക്സ് ചെയ്യാൻ എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇത് പൊട്ടിച്ച് ഇതിനകത്ത് ആകപ്പാട് ഇത്രേ ഉള്ളൂ കേട്ടോ. അതെ, ഇതെന്നാ, അയ്യോ ഇതേമാതിരി. ഇതാണ് ക്യാമറ. ഇത് ഒഴിക്കട്ടെ. ഇത് നമുക്ക് തുറന്ന് നോക്കാം അല്ലേ. കൊള്ളാം കേട്ടോ, അത്യാവശ്യം വെയിറ്റൊക്കെ ഉണ്ട്. അതിൻ്റെ കനവാണ് ദൈവത്തിന് അറിയാം. ഇരിക്കട്ടെ അവിടെ മക്കളെ, ഇരിക്കട്ടെ. നമ്മൾ പാലമണം വാങ്ങിച്ചു തരാം, അടങ്ങിയിരിക്കടാ. ഇതിനകത്തൊന്നും ഇല്ലേ ഇനി? ഇത്രയൊക്കെ ഉള്ളോ? ഇതിനകത്തിനോട് കനവുള്ളതുണ്ട് കേട്ടോ, ഇതിനോടൊക്കെ കിളുങ്ങുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഇവിടെ ഇരിക്കട്ടെ. ആക്ഷൻ ക്യാമറ. എനിക്ക് ഇതില്ലാത്തൊരു കുറവ് വേണ്ട. ഓപ്പൺ ആവട്ടെ മോനെ. ഒരു മൗണ്ട് ഉണ്ടേ. ഇതൊക്കെ എവിടെ വെക്കാനാണോ ദൈവമേ? ഹെൽമെറ്റിൻ്റെ മണ്ടയ്ക്ക് വെക്കുന്നതായിരിക്കും. തല വെക്കാൻ പറ്റുമോ? ഇല്ല, പോട്ടെ. വീണ്ടും ഇതൊരു മൗണ്ട് ഉണ്ട്. ഇതൊക്കെ എവിടെ പിടിപ്പിക്കാനാണോ ഭർത്താവേ? ഇതൊക്കെ എനിക്ക് ഉപയോഗം വരുമോ? പിന്നെ ഞാൻ തന്നെ സി ടൈപ്പ് ചാർജറാകട്ടെ. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ഈ സാധനം. എൻ്റെ നോർമൽ ചാർജറുള്ള സി ടൈപ്പ് USB കേബിളുണ്ട്. പിന്നെ എന്നാണ്ട് ഒരു സാധനമുണ്ട്, ഒരു സ്ക്രൂ ഉണ്ട്. ഇതിനകത്തിനാണോ? ഇതുവല്ലായിട്ട് മുറുക്കാനായിരിക്കും. നോക്കട്ടെ. മുറുകുന്നുണ്ട് കേട്ടോ. ഇത് എന്നാത്തിനാണെന്നറിയാമോ? ഇത് വെച്ച് മുറുക്കാനായിരിക്കും. അമ്പട പുരുഷു, കൊള്ളാം, എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. റിയലി അമേസിങ്. ഇനി ഇതിനെങ്ങനെ ഉപയോഗിക്കുന്നവരെ പഠിക്കണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇതിൻ്റെ ബാറ്ററി ഇല്ലേ? അയ്യോ, ഇതാ കേട്ടോ ബാറ്ററി. നമ്മുടെ മലപ്പുറം കത്തി, ഊത്തപ്പം, കോയിലപ്പം എന്നൊക്കെ പറയുന്ന മറ്റേ പെട്ടിയില്ലേ, ആ പെട്ടിക്കകത്തതേ. ഇതാണ് വലിയ വലുപ്പത്തിലൊക്കെ
ഇതിനകത്ത് കാണിക്കുന്നത് മെയ്ഡ് ഇൻ ചൈന. കൊള്ളാം, റിയലി അമേസിങ്. എന്തൊക്കെയോ ആവട്ടെ. പോളിമർ ബാറ്ററിയാണ്, 3.85 വോൾട്ട്. എത്ര ഇതാണ് 4 ചാർജിങ്ങിൻ്റെ മാക്സിമം ചാർജിങ് 4.4 വോൾട്ടിലാണ്. എത്ര വാട്ടാണെന്ന് പറയുന്നില്ല, 5 പോയിൻറ്റ് സംതിങ്. എന്തൊക്കെ സാധനമുണ്ട് അതൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, ഇത് വർക്ക് ചെയ്താൽ മതി. പിന്നെ ഈ സാധനം പൊളിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടെ. ഇത് ഇങ്ങനെ കണ്ട് പൊളിക്കാൻ തോന്നുന്നു, ഇങ്ങനെയൊക്കെയാണെന്ന് വീടിക്കകത്ത് കണ്ട്. പൊളിഞ്ഞു. എങ്ങനെയാടാ ഊരി വന്നേ? ഒടിഞ്ഞു കുറച്ചെടുക്കുമോ? യെസ്, ഇത്രേ ഉള്ളൂ. അയ്യോ, ഇത് കണ്ടോ, ഇതൊക്കെ ശരിക്കും ഒരു എന്നാണ്ടോ ഒരു സംഗതിയൊക്കെ പോലും ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, ഇതിപ്പോൾ സാധനം വന്നല്ലോ. ഡിസ്പ്ലേ ആണ്, ഫ്രണ്ട് ഡിസ്പ്ലേ ഉണ്ട്, ബാക്ക് ഡിസ്പ്ലേ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ സാധനം മാറാൻ പറ്റുന്നൊക്കെയാണ് കാണിക്കുന്നത്, ഫിൽറ്ററുകൾ. അതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് പ്രത്യേകിച്ച് ഒന്നും നോക്കാനായിട്ടില്ല, കാരണം വെച്ചാൽ എനിക്ക് വലിയ ഐഡിയ ഒന്നും ഇല്ല ഇതിനെക്കുറിച്ച് കേട്ടോ. ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡിവൽ സ്ക്രീനാണ്, 4K HDR ആണ്, വാട്ടർ പ്രൂഫ്, 11 മീറ്റർ വരെ നമുക്ക് വെള്ളത്തിലടി കൊണ്ടുപോകാൻ പറ്റും. ഈ പാക്കിങ് കവറിങ് ഒന്നും ഇല്ലാതെ നേരെ ഇറക്കി കൊണ്ടുപോകാൻ പറ്റും. പിന്നുള്ളത് റോക്ക് സ്റ്റഡി, അതായത് ഓടിക്കഴിഞ്ഞാൽ ഇത് ഇളകാത്ത രീതിയിലുള്ള ഇതിനതുണ്ട്. പിന്നെ എന്തൊക്കെ സാധനമുണ്ട്, 4K 60 frame. ഞാനിത് സാധാരണ ഞാൻ ഉദ്ദേശിക്കുന്നത് 720p റെക്കോർഡ് ചെയ്യാനാണ്. അത് നിങ്ങൾ അഞ്ചിരിക്കണ്ട, കാരണം എൻ്റെ ആവശ്യങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്ന മൊബൈലിലായതുകൊണ്ട് ആവശ്യം നമ്മുടെ ആണല്ലോ. പിന്നെ എന്തൊക്കെയോ 10x സ്പീഡൊക്കെ ആണെന്ന് തോന്നുന്നു. സോറി, ഇതിനെക്കുറിച്ച് എനിക്കൊന്നും അറിയില്ല കേട്ടോ. ഞാനിത് നമുക്ക് പഠിച്ച് പതുക്കെ പറയാം നമുക്കിതിനെക്കുറിച്ചൊക്കെ. അത് വിട്ടേക്ക്, അത് പോട്ടെ. ഇനി നമുക്ക് ഇന്ന് ബൂട്ട് ചെയ്താലോ. ബാറ്ററി ചാർജ് ചെയ്യണമെന്നൊക്കെ തോന്നുന്നു. എങ്ങനെയാണോ ചാർജ് ചെയ്യുന്നത്? ഇങ്ങനല്ല ഇടുന്നത്. സുഹൃത്തുക്കളെ തിരിഞ്ഞു പോയി. വീണു കേട്ടോ. ഇത് വലിക്കണമായിരുന്നു, എനിക്ക് അറിയത്തില്ലായിരുന്നു. കുഴപ്പമില്ല, ഇപ്പോൾ ലോക്കായി. എന്നാലും ഇവനൊരു സംഗതിയായി. ഇനി ഇവനെ നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇവിടെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് കേട്ടോ. ലൈറ്റ് കത്തി. ഓണായി. ടച്ച് സ്ക്രീനാണ് കേട്ടോ. അയ്യോ പെട്ട്. ഇനി ഇത് QR കോഡ് ഞാൻ ഇട്ടാൽ മാത്രമേ എനിക്കിതിൽ ഓണാക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ എവിടെ പോയി ഈ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? സ്കിപ്പ് ചെയ്തു. സ്കിപ്പാക്കി കളയാം കേട്ടോ. പിന്നെ ഡേറ്റും ടൈമും ഒക്കെ. ഇന്ന് ഡേറ്റ് എത്രയാ സുഹൃത്തുക്കളെ? 14 അല്ലേ? ഇന്ന് മാസം 9, ഡേറ്റ് 14. ടച്ച് സ്ക്രീനാണ് കേട്ടോ. അതുകൊണ്ട് ഗുണമുണ്ട്. നമുക്കിപ്പം എപ്പോഴും അതിലും പിടിച്ച് നമ്മൾ സ്വിച്ച് ചെയ്തും പിടിച്ച് കളിക്കണ്ട. ഡേറ്റ് സെറ്റ്. സമയം എത്രയാ? ഇപ്പം സമയം ഏകദേശം നോക്കട്ടെ, 9:21 9:21 AM. ഓക്കെ, വർക്കിംഗ് ആയി കേട്ടത്. സംഗതി വർക്കിംഗ് ആയി. ഇതാണ്ടത്. പൊളി. ഹായ്, ഹലോ. ഇവിടെ സൂമായേ. ഹലോ, ഹായ്. വർക്ക് ചെയ്ത് കേട്ടോ. കൊള്ളാം. ഇത് അത്യാവശ്യം വർക്കിംഗ് ഒക്കെ ഉണ്ട്. റിമൈനിങ് ആക്റ്റീവ് ബിഫോർ യു സ്കിപ്പ് ആക്ടിവേഷൻ റിമൈനിങ് ആണ്. അവർ 4 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതാക്കുമെന്ന് പറഞ്ഞു. എന്തിലാവട്ടെ. ഇനി ഇതിനെ നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നോക്കാം. വീഡിയോ മോഡിലേക്ക് പോയാൽ വീഡിയോ എടുക്കാൻ പറ്റുമോ? വീഡിയോ ടൈം ലാപ്സ് എടുക്കാം. വീഡിയോ എവിടെ? മെമ്മറി കാർഡ് ഇല്ല ഇതിനകത്ത്. ആദ്യം തന്നെ അവർ വളരെ സന്തോഷത്തോടെ കാണിച്ചു, മെമ്മറി കാർഡ് ഇട്ടാൽ മാത്രമേ ഇത് പണി നടക്കത്തുള്ളൂ. താങ്ക് യു ചേട്ടാ. അപ്പോൾ നമുക്ക് 4K ഒക്കെയാണ് കാണിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. ഞാനത് നമുക്ക് നോക്കിയിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ഇതിടാം. എന്തെങ്കിലുമൊക്കെ ഒന്ന് അറിയാമെങ്കിലല്ലേ നമ്മളിതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ നല്ല വിഷ്വൽസ്, നല്ല അടിപൊളി വിഷ്വൽസ്. കൊള്ളാം കേട്ടോ. ഇത് ഇളക്കിയിട്ടൊന്നും ഇളകുന്നില്ലതേ. വാവ്, അടിപൊളി. എന്തായാലും അടിപൊളി എന്നൊക്കെ പറയും. നന്നായിരുന്നാൽ മതിയായിരുന്നു. അപ്പം നമ്മൾ ശുഭപ്രതീക്ഷയോടെ ഇതങ്ങോട്ട് വെക്കുക. ഇവിടെ എങ്ങാണ്ടൊക്കെ തുറക്കാമായിരുന്നല്ലോ സുഹൃത്തുക്കളെ. ഇതങ്ങോട്ട് തുറക്കാമായിരുന്നു. ഇപ്പോൾ തുറക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു.
ആ തുറന്നു. ഓ ഇവിടെയാണ് കേട്ടോ ചാർജ് ചെയ്യുന്നതും മെമ്മറി കാർഡ് ഇടുന്നതും. ഇതിനകത്ത് ഇടാനുള്ളൊരു മെമ്മറി കാർഡിൻ്റെ വില ഏകദേശം 2200 രൂപയാണ്. അത് ശനിയാഴ്ച വീട്ടിൽ വരും. അപ്പോൾ ഞാൻ വീട്ടിൽ പോകുന്നുള്ളത് കൊണ്ട് ആ പ്രശ്നമില്ല. അപ്പം ഇവിടെയാണ് നമ്മൾ മെമ്മറി കാർഡ് ഇടുന്നത്. ഇവിടെ ചാർജ് ചെയ്യാം. ഏകദേശം അവർ പറയുന്നത് 90 മിനിറ്റ് കൊണ്ട് ചാർജ് ആവുന്നത്. അടഞ്ഞു. ഇതൊക്കെ ഊരിപ്പറിച്ച് കളയാവുന്നതാണ് പറയുന്നത്. പിന്നെ ഡിസ്പ്ലേ തിരിക്കാനായിട്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. അതിങ്ങനെ ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സ്ക്രീൻ. അപ്പം ബാക്കിലെ സ്ക്രീൻ ഓഫ് ആകും കേട്ടോ. അറ്റ് എ ടൈമിൽ നമുക്ക് ഒരു ഡിസ്പ്ലേ മാത്രമേ വർക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ബാക്കിലെ സ്ക്രീൻ ഓഫ് ആയത്. എന്തായാലും കൊള്ളാം. ഇത് നല്ല സംഭവം പൊളിയാണ്. കാരണം ഈ ഒരു സാധനം നമുക്ക് അത്യാവശ്യമായിരുന്നു. ഫ്രണ്ട് ഡിസ്പ്ലേ കാണാൻ ഇതിനകത്തൂടെ നമുക്ക് കാണാൻ പറ്റും. 1 ഇഞ്ച് ഡിസ്പ്ലേ ആണ് വെച്ചിരിക്കുന്നത്. എന്നാലും സൂപ്പറാണ്. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ശരി, എല്ലാവർക്കും ബൈ. അപ്പോൾ ഞാൻ ഈ സന്തോഷം നിങ്ങളെ പങ്കുവയ്ക്കുകയായിരുന്നു. കാരണം നിങ്ങൾ നമ്മുടെ ഒരു കുടുംബം പോലെ പോകുന്നതുകൊണ്ട് നമുക്ക് എന്ത് സന്തോഷം ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കും. അപ്പോൾ ഈ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരുക. നമുക്കിതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വീഡിയോകളൊക്കെ ആയിട്ട് കാണാം. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കുന്നതൊക്കെ ദൈവം തമ്പുരാനെ മാത്രമേ അറിയുള്ളൂ. ഞാൻ ഇതുവരെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഉപയോഗിച്ചൊക്കെ ചുമ്മാ കൈ പിടിച്ച് ഉപയോഗിക്കുന്ന ഒരു ആക്ഷൻ ക്യാമറയായിരുന്നു. അത് സംഭവം പൊളിയായിരുന്നു. ഒന്ന് പിടിച്ച് രണ്ടാമത്തേന് പോക്കറ്റിട്ട് പൊട്ടിപ്പോയി. അത് ഓഫായി. സ്ക്രീൻ ബാക്കിൽ വന്നു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ടാറ്റാ ബൈ ബൈ.